നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്തെ ഡബിൾ ഡെക്കർ ബസ്സിലൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇത് കിഴക്കേക്കോട്ടയിൽ നിന്ന് ശംഖുമുഖത്തേക്ക് പോകുന്ന ഒരു റെഗുലർ ബസ് സർവീസാണ്, ഒരു ഷട്ടിൽ ട്രിപ്പാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ശംഖുമുഖത്തേക്കും അവിടുന്ന് റിട്ടേണും ഉണ്ടാവും. ഇത് സാധാരണ ഒരു നോർമൽ KSRTC ബസ് പോലെ തന്നെ ഒരു ലോക്കൽ ബസ് സർവീസാണ്. ടൂറിസം ബസ്സൊന്നുമല്ല, അവിടുത്തെ ലോക്കൽ സർവീസിലേക്ക് എല്ലാ റൂട്ടുകളിലേക്കും പോകുന്ന ഒരു ബസ്സാണ്. പക്ഷേ ഡബിൾ ഡെക്കർ ബസ്സാണ്, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് ബസ്സാണ്. നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിലിരുന്ന് തിരുവനന്തപുരം നഗരം മൊത്തം ചുറ്റി ഒന്ന് കണ്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിരുവനന്തപുരത്ത് വരുന്നവർക്ക് എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പാണ് ഈ KSRTC സർവീസ്. 20 രൂപ കൊടുത്താൽ നമുക്ക് ഇത് ശംഖുമുഖം വരെ പോകും. അവിടെ നിന്ന് റിട്ടേണും ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഈ ബസ്സിന് തന്നെ വരുന്നില്ലെങ്കിൽ കുറച്ച് നേരം അവിടെ ബീച്ചിലൊക്കെ എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ റിട്ടേൺ വണ്ടികളൊക്കെ കിട്ടും. ഒരുപാട് KSRTC സർവീസും പ്രൈവറ്റ് ബസ്സും ഒക്കെ ആ റൂട്ടിലേക്കുണ്ട്. അപ്പം നമ്മളെന്തായാലും ആ ഒരു യാത്ര ഒന്ന് അറിയാൻ വേണ്ടി പോയതാണ്. ഇതിപ്പോൾ വൈകുന്നേരം 5:30 ആയതേ ഉള്ളൂ സമയം. ഈ സമയത്ത് കിഴക്കേക്കോട്ടയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക് ഇവിടുന്ന് കിഴക്കേക്കോട്ടയിലേക്ക്. വളരെ പതുക്കെയാണ് ബസ് പോകുന്നത്. നല്ല ഹൈറ്റിലാണ് നമ്മുടെ ബസ് ഉള്ളത്, നമുക്ക് കാണാം. ഇപ്പോൾ താഴെ ഒരു സാധാരണ ഒരു നോർമൽ ബസ് പോകുന്നുണ്ട്. ആ ബസ്സിൻ്റെ നേരെ ഡബിൾ ഹൈറ്റ് നമുക്കുണ്ട്. കാരണം അതിൻ്റെ ബസ്സിൻ്റെ ടോപ്പിലിരിക്കുന്ന അതേ ഒരു പൊസിഷനിലാണ് നമ്മളുള്ളത്. നമ്മുടെ ആ ഒരു കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നേരെ നമ്മുടെ കണ്ണിൻ്റെ നേരെ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ വാഹനങ്ങളും വളരെ താഴത്തോടെയാണ് പോകുന്നത്, കാരണം അത്രയ്ക്ക് ഹൈറ്റിലാണ് നമ്മളുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ഞാൻ ഇതുപോലെ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇപ്പോഴും യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും സാധിച്ചിട്ടില്ല. പിന്നെ എന്തായാലും അത് സാധിച്ചു. നമുക്ക് അത്യാവശ്യം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഈ റോഡ് പോയാലും കാണാം. നമുക്ക് സെക്രട്ടേറിയറ്റ് അതുപോലത്തെ ഇതൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. ഇനി ഇതുകൂടാതെ നമുക്ക് KSRTCയുടെ ഒരു റെഗുലറായിട്ടുള്ളൊരു ടൂറിസം പ്ലാൻ കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് KSRTCയുടെ ടൂറിസം ബസ് സർവീസും കൂടിയുണ്ട്. അത് ഡേ നൈറ്റ് സർവീസൊക്കെ ഉള്ള ബസ്സാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൂറിസം ടൈപ്പ് ബസ്സാണ്. ഓപ്പൺ ബസ്സൊക്കെ ഉണ്ട്, ഡബിൾ ഡെക്കർ ബസ് തന്നെ. നമുക്ക് അത് ടൂറിസ്റ്റ് പ്ലേസിലേക്കൂടെയൊക്കെ ടച്ച് ചെയ്തിട്ട് പോകുന്ന ബസ്സാണ്. അതിന് 250 രൂപയൊക്കെയാണ് നൈറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഡേ നൈറ്റ് സർവീസ് ഉണ്ട്, അതിന് 400 രൂപയൊക്കെയാണ് ചാർജ് വരുന്നത്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ പോകണം. നമുക്ക് KSRTCയുടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പം നോക്കിയാൽ നമ്മുടെ ആ ഒരു ട്രാഫിക് ലൈറ്റുകളൊക്കെ നമ്മുടെ തലയുടെ അടുത്ത് തന്നെ എത്തിയ പോലെയുണ്ട്, അത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ടൂറിസം പാക്കേജ് ബുക്ക് ചെയ്ത് പോകുന്നവർക്ക് KSRTCയുടെ സൈറ്റിലൊക്കെ നോക്കി ചെക്ക് ചെയ്താൽ കാണും. അത് പത്മനാഭസ്വാമി ക്ഷേത്രം, സെക്രട്ടേറിയറ്റ്, ലുലു മാള്, കോവളം ബീച്ച്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്ന ഒരു ടൂറിസം പാക്കേജാണ്. തിരുവനന്തപുരത്ത് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് തിരുവനന്തപുരം സിറ്റിയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ടൊന്ന് കാണാൻ നല്ലൊരു എക്സ്പീരിയൻസും കൂടിയാണ് ആ ഒരു സർവീസ്. അതുകൂടാതെ തന്നെ ഇത് നോർമലായിട്ടുള്ളൊരു സർവീസാണ്. വെറും 20 രൂപക്ക് നമുക്ക് ആ ഒരു ഡബിൾ ഡെക്കർ ബസ് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. അത്യാവശ്യം സിറ്റിയിലെ സൗകര്യങ്ങളും സിറ്റിയിലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് നേരെ ശംഖുമുഖം ബീച്ചിലേക്ക് എത്തുകയും ചെയ്യാം. ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ താഴത്ത് ഇങ്ങനെ നിൽക്കുന്ന ട്രാഫിക് ബ്ലോക്കിലൊക്കെ വണ്ടി നിർത്തുമ്പോഴൊക്കെ നമുക്ക് കാണാം. സാധാരണ നമ്മുടെ താഴെയുള്ള വണ്ടികളൊക്കെ വളരെ താഴെയാണുള്ളത്. നമ്മൾ നല്ല ഹൈറ്റിലാണ്. ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ നമ്മുടെ കണ്ണിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്, അത്രയ്ക്കും ഹൈറ്റിലാണ് നമ്മളുള്ളത്. ശരിക്കും ലൈൻ കമ്പികളൊക്കെ നമ്മുടെ ബസ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഏകദേശം അടുത്തോളം നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു പ്രത്യേകമായൊരു അനുഭൂതിയാണ്. കാരണം ആ ഒരു ആകാശമൊക്കെ നമുക്ക് അടുത്തെത്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ ഇത്രയും ഹൈറ്റിൽ ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു നമ്മുടെ ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡ്രോണിലൊക്കെ എടുക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം 5:30 പുറപ്പെട്ടാൽ ഏകദേശം 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശംഖുമുഖം എത്തുന്നതാണ് ഇവർ പറയുന്നത്. ശരിക്കും അത്രയൊന്നും ദൂരമില്ല. അവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അങ്ങാനേ ഉള്ളൂ കിഴക്കേക്കോട്ടയിൽ നിന്ന് ശംഖുമുഖത്തേക്ക്. പക്ഷേ നമ്മുടെ ബസ് അത്ര സ്പീഡിൽ പോകുന്നില്ല, കാരണം ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ അധിക സ്പീഡിൽ പോയാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഹൈറ്റൊക്കെ കൂടുതലായതുകൊണ്ട് അടി ഉലയാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാമാന്യം സ്പീഡിൽ മാത്രമേ ബസ് പോകുന്നുള്ളൂ. ഇനി ഇതൊരു നോർമൽ ബസ്സായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊന്നും വലിയൊരു സുഖമുള്ളതൊന്നുമല്ല. ഒരു സാധാരണ ഒരു പഴയ ബസ്സാണ്, നമ്മൾ പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ കാണുന്ന ടൈപ്പ് ആ ഒരു ബസ്സാണിത്.
ആധുനിക ബസ്സുകളാണ് മറ്റേ ആ ഒരു ടൂറിസം പാക്കേജിൽ ഞാൻ പറഞ്ഞ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ളൊരു ബസ്സുകളാണ്. പിന്നെ ഓപ്പൺ ബസ്സുകളും ഉണ്ട്, മുകളിൽ നമുക്ക് ഓപ്പണായിട്ട് ഇരുന്ന് പോകാനുള്ള ബസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ ബസ്സുകളാണ്. ഈ KSRTCയുടെ തന്നെ ഇലക്ട്രിക് ബസ്സുകളാണ്. ഇതുപോലത്തെ ഷട്ടിൽ സർവീസുകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ശരിക്കും 10 രൂപ കൊടുത്താൽ തന്നെ നമുക്ക് ഇവിടുന്ന് ശംഖുമുഖത്തേക്കൊക്കെ ആ ഒരു ബസ് സർവീസ് ഉണ്ട്. സൺസെറ്റൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മൾ ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ നമുക്ക് ബീച്ചിലെത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബസ്സിൽ നിന്ന് കാണുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്ര ക്ലിയറായിട്ട് നമുക്കങ്ങനെ സൂര്യനെ കാണുന്നില്ല. എന്നാലും നല്ലൊരു ആ ഒരു സ്കൈ, നല്ലൊരു ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിൽ ആ ഒരു ആകാശം നമുക്ക് കാണാവുന്നതാണ് ഇവിടുന്ന്. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൂരെ നിന്ന് കാണാനുണ്ട് സൂര്യനെ. അതായത് നമ്മൾ ബീച്ചിലെത്തുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് ബസ്സിൽ നിന്ന് തന്നെ, പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റിലായതുകൊണ്ട് കാണുന്നുണ്ട്. കുറേ സ്റ്റോപ്പുകളിൽ നിന്ന് ആൾക്കാരൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. കാരണം അത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അവരുടെ വീട്ടിലേക്കും ഒക്കെ പോകുന്ന, ജോലി കഴിഞ്ഞൊക്കെ പോകുന്നവരൊക്കെ ബസ്സിൽ കയറുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇതുപോലെ ബസ് ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കയറുന്നവരുണ്ട്, ടൂറിസ്റ്റുകളും ഉണ്ട്. ബീച്ചിലേക്കായിട്ട് പോകുന്നവരും ഇതുപോലെ ഡബിൾ ഡക്കർ ബസ്സിൽ അതിൽ കയറാനായിട്ട് പോകുന്നവരും ഒക്കെ ഉണ്ട്. കൂടാതെ സാധാരണയായിട്ടുള്ള യാത്രക്കാരും ബസ്സിലുണ്ട്. ഈ മരമൊക്കെ നമ്മുടെ അടുത്താണുള്ളത്. അതിൻ്റെ ചില്ലകളൊക്കെ ഇത്രയും ഹൈറ്റിലുള്ള ചില്ലയാണ് നമ്മൾക്ക് അടുത്തേക്ക് വരുന്നത്. ഈ ലൈൻ കമ്പി കാണുമ്പോഴാണ് ശരിക്കും പേടിയാവുന്നത്, കാരണം നമ്മുടെ ബസ്സിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ടത്. ഈ അണ്ടർ പാസേജിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ പോകുമ്പോൾ ബസ് എടുക്കും അതിൽ മുട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇല്ല, അതിനൊക്കെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഹൈറ്റൊക്കെ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൂടെയാണ് ചിലപ്പോൾ ഇതുപോലുള്ള ബസ്സുകൾ ഓടിക്കാൻ പറ്റിയതല്ല, കാരണം റോഡിലൊക്കെ ഒരുപാട് മരങ്ങളും ഇതൊക്കെ താഴ്ന്നു കിടക്കുന്ന വഴികളാണ് മിക്കവാറും ഉള്ളതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്ര ഹൈറ്റുള്ള ബസ്സുകളൊന്നും നമ്മുടെ നാട്ടിലൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ തന്നെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ റോഡിലോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ചില്ലകളൊക്കെ ആ കറക്റ്റ് ആ ഒരു ആ ബസ്സിന് തട്ടാത്ത രീതിയിൽ വെട്ടി ഒതുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ആ ഒരു ഉൾഭാഗം. നമ്മുടെ പഴയ KSRTC ബസ്സിൻ്റെ ഒരു ടൈപ്പ് സീറ്റുകളൊക്കെയാണ്. വിൻഡോ സൈഡ് ഗ്ലാസ്സുകളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. ആ ഒരു മുകളിലുള്ളൊരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ.
താഴെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ നല്ലൊരു എയർ ഫ്ലോ ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാർ താഴെ ഇരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ബസ്സിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. സ്ഥിരമായിട്ടുള്ള യാത്രക്കാരൊക്കെ മിക്കവാറും താഴെ കയറി യാത്ര ചെയ്യുകയാണ്. ഈ ടൂറിന് വേണ്ടി വന്നവരൊക്കെയാണ് മിക്കവാറും ഇതിൻ്റെ മുകളിലൊക്കെ കയറുന്നത്. ഈ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടാണ്. നല്ല വിശാലമായ ഒരു എയർപോർട്ടാണ്. ഈ എയർപോർട്ട് മുഴുവൻ നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് ഈ ബസ് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി ഇതിൻ്റെ അപ്പുറത്തെ എൻഡ് വരെ നമ്മൾ ഫുള്ള് കറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പം നല്ലൊരു കാഴ്ചയാണത്. നമ്മൾ ഒരു ഫ്ലൈറ്റ് ഏതെങ്കിലും ലാൻഡിങ്ങോ ടേക്ക് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറേ നേരം ക്യാമറ അതിൻ്റെ നേരെ തന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു ലാൻഡിങ്ങോ ടേക്ക് ഓഫ് ഒന്നും കാണാൻ പറ്റില്ല. ആ ഒരു ആകാശവും ആ ഒരു എയർപോർട്ടും ഒക്കെ കാണുമ്പോൾ നല്ലൊരു വല്ലാത്തൊരു ഫീലിങ്. നേരെ മുകളിൽ തന്നെ ആകാശം കാണുന്നുണ്ട്, ചെറിയ കാർമേഘവും ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ആ ഒരു സ്കൈ ഒക്കെ കാണാൻ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ എയർപോർട്ട് മാത്രമാണ് നമുക്ക് ഇത്ര റോഡിന് സൈഡിലോട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കോഴിക്കോടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടുകളാണ്. ഇവിടുത്തെ കുറച്ചുകൂടി നല്ല വിശാലമായ ഒരു മൈതാനം പോലെ തന്നെ ഒരു എയർപോർട്ട് തന്നെയാണ്, റോഡിനോട് ചേർന്നിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക്കിനൊക്കെ സ്ഥിരമായിട്ട് കാണാം. അതുവഴി പോകുന്നവർക്കും നാട്ടുകാർക്കൊക്കെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് കാണാനൊക്കെ പറ്റും. ഈ എയർപോർട്ടിന് അടുത്ത് തന്നെയാണ് നമ്മുടെ ശംഖുമുഖം ബീച്ചും വരുന്നത്. ഇപ്പം ഏതാണ്ട് നമ്മളിപ്പം എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് കാണുന്നത്. നല്ല വിസ്തൃതിയുള്ളൊരു എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചുറ്റിക്കറങ്ങാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊന്നും അല്ല ഇപ്പം നമ്മൾ കാണുന്നത്. ഈ റൺവേ മാത്രമാണ് കാണുന്നത് ഇങ്ങനെ ദൂരോട്ടുള്ള. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിനൊന്നും നമ്മൾ അടുത്തുനിന്നൊന്നും കാണുന്നില്ല. ബാക്കി അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങും എൻട്രൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ദൂരെയാണ് കാണുന്നത്. അതിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ടും അങ്ങനെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി ബസ് നിർത്തി കൊടുക്കുന്നതാണ്.
ഇപ്പോൾ നമ്മൾ ഏകദേശം ശംഖുമുഖം ബീച്ചിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് ഏകദേശം നിർത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ശംഖുകളുടെ ഒരു ആകൃതിയിലുള്ള ഒരു പ്രതിമ പോലത്തെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിൽ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെറും 20 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു ടൂറ് ആയി. നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇനിയിപ്പം ഈ ഒരു സംഭവം ആരും മറക്കണ്ട, പറ്റുമെങ്കിൽ ഒന്ന് പോവുക. വെറും 20 രൂപയ്ക്ക് നമുക്ക് ഇതുപോലൊരു സർവീസ് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് ശംഖുമുഖം ബീച്ച് കൂടി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ശംഖുമുഖം ബീച്ചിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.